നാട്ടുകാരുടെ മുന്നിൽ പഴയ നന്മമരം ഇമേജ് തിരിച്ചു പിടിക്കാനാണ് സുരേഷ് ഗോപി കലുങ്ക് സംവാദം എന്ന പേരിൽ പരിപാടി നടത്തിയത്. അതായത് താൻ ഇപ്പോഴും പഴയ ഡൗൺ ടു എർത്ത് നന്മമരമാണെന്ന് സ്ഥാപിക്കാനായിരുന്നു ശ്രമം. പക്ഷേ എന്തൊക്കെ ചെയ്തിട്ടും ഉള്ളിലുള്ള ആ ചീഞ്ഞളിഞ്ഞ ചിന്താഗതി ഇപ്പോഴും വായിലൂടെ ശബ്ദിക്കാനാണ് സുരേഷ് ഗോപി ശ്രമിക്കുന്നത്. പരിപാടി തുടങ്ങിയപ്പോൾ തന്നെ കയ്യിലിരിപ്പ് കൊണ്ട് അങ്ങ് എയറിലായ സുരേഷ് ഗോപി ഇപ്പോൾ കലുങ്ക് സംവാദത്തിൽ മറ്റുള്ളവരെ ചീത്ത പറയാനാണ് ശ്രമിക്കുന്നത്. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം വീണ്ടും നപുംസക പ്രയോഗം സുരേഷ് ഗോപിയുടെ വായിൽ നിന്നും തെറിച്ചു വീണത്. ഒരു കാലത്ത് ഹീറോയിസം എന്ന് കരുതിയ ചീഞ്ഞളിഞ്ഞ സിനിമാ ഡയലോഗുകൾ ഇന്നത്തെ തലമുറ എടുത്ത വേസ്റ്റ് കുട്ടയിൽ എറിഞ്ഞതൊന്നും ഇയാൾ അറിഞ്ഞില്ലേ എന്ന് നമുക്ക് തോന്നിപ്പോകും. എന്നിട്ടും ആ ഗൃഹാതുരത്ത ഓർമ്മയിൽ തമ്പുരാൻ ഫീലിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയാണ് സുരേഷ് ഗോപി. സംഗതി ഉന്നം വെച്ചത് പിണറായി വിജയൻ സർക്കാരിനെ ആണെങ്കിലും വെച്ചവെടി സ്വന്തം മൂട്ടിൽ തന്നെ കൃത്യമായി കൊള്ളിക്കാൻ അസാമാന്യ പാഠവുമുള്ള സുരേഷ് ഗോപി ഇത്തവണയും പതിവ് തെറ്റിച്ചിട്ടില്ല. പാലക്കാട് ചെത്തല്ലൂരിൽ നടന്ന കലുങ്ക് സംവാദത്തിലാണ് പരാമർശങ്ങൾ നടത്തിയത്. നേരത്തെ ശമ്പളം മുഴുവൻ ജനങ്ങളുടെ കഞ്ഞിപ്പാത്രത്തിലുണ്ടെന്ന് പറഞ്ഞത് വിവാദമായിരുന്നു. പാലക്കാട് കേരളത്തിന്റെ അന്നപാത്രമാണ്. ഇനി കഞ്ഞിപ്പാത്രം എന്ന് പറഞ്ഞത് ഇഷ്ടപ്പെടാത്ത ചില നപുംസകങ്ങൾക്ക് അന്നപാത്രം എന്ന് പറഞ്ഞത് ഇഷ്ടപ്പെടാതെ വരുമോ എന്ന് അറിയില്ല. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കിറ്റുമായി വരുന്നവരുടെ മുഖത്തേക്ക് അത് എറിയണം, കേന്ദ്രമന്ത്രി പറയുന്നു. ഈ നപുംസകം എന്ന വാക്ക് ഒരു മോശം വാക്കാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് ഉത്തരം. പുരുഷനും സ്ത്രീയും അല്ലാത്ത ട്രാൻസ്ജെൻഡർ എന്ന വിഭാഗത്തെയാണ് നപുംസകം എന്ന് പറയുന്നത്. അത് ഉരുത്തിരിഞ്ഞത് സംസ്കൃതത്തിൽ നിന്നുമാണ്. എന്നാൽ ഒരാളെ അങ്ങനെ അഭിസംബോധന ചെയ്യുമ്പോൾ അത് പരിഹാസമാകുന്നത് അത് ഏത് അർത്ഥത്തിലാണ് വിളിച്ചത് എന്നതിനെ ആശ്രയിച്ചിരിക്കും. മറ്റൊരാളെ അപഹസിക്കാനാണ് അങ്ങനെ വിളിക്കുന്നതെങ്കിൽ അത് ആ വ്യക്തിയെയോ അല്ലെങ്കിൽ ആ വിഭാഗങ്ങളെയോ അപഹസിക്കുക തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നപുംസകം എന്ന് സുരേഷ് ഗോപി അഭിസംബോധന ചെയ്തപ്പോൾ അത് അപമാനമായി മാറുന്നതും. പക്ഷേ ഇപ്പോൾ മറ്റൊരു പ്രത്യേകതയും കലുങ്ക് സംവാദത്തിനുണ്ട്. കുഴപ്പം സ്വന്തം നാക്കിനാണെന്ന് അറിയാതെ വായിൽ തോന്നിയതൊക്കെ വിളിച്ചു കൂവിയിട്ട് ഇപ്പോൾ അത് വിമർശിക്കുന്നവരെ കുറ്റപ്പെടുത്തുന്ന മനോനിലയിലേക്ക് സുരേഷ് ഗോപി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ പുതിയ ഒരു തീരുമാനത്തിലാണ് സുരേഷ് ഗോപി. ഇനി മുതൽ വ്യക്തിപരമായ ഒരു ആവശ്യങ്ങൾക്കും കലുങ്ക് സംവാദം പരിഗണിക്കില്ലെന്നും നിവേദനങ്ങൾ നേരിട്ട് നൽകരുതെന്നും സുരേഷ് ഗോപി പറയുന്നു. പിന്നെ എന്ത് തേങ്ങയ്ക്കാണ് താങ്കൾ ഈ പരിപാടി നടത്തുന്നത് എന്ന് ചോദിച്ചാൽ, സെറ്റിട്ട് പരിപാടി നടത്തിയിട്ട് അത് മനസ്സിലാക്കാതെ അത് ഒറിജിനൽ പരിപാടിയാണെന്ന് തെറ്റിദ്ധരിച്ചു വന്ന പാവങ്ങളോടാണോ താങ്കളുടെ ഈ വാശി? പറളിയിലെ പരിപാടിക്കിടെ എത്തുന്നതിന് മുൻപ് തന്നെ സംഘാടകർക്കും ഇനി മുതൽ അപേക്ഷകൾ പരിഗണിക്കില്ലെന്ന് സുരേഷ് ഗോപി നിർദ്ദേശം നൽകിയിരുന്നു. മാധ്യമങ്ങളിൽ വാർത്ത വന്ന പശ്ചാത്തലത്തിലാണ് തീരുമാനം. വ്യക്തിപരമായ ഒരു ആവശ്യങ്ങൾക്കും കലുങ്ക് സംവാദം പരിഗണിക്കില്ല. അത് വെച്ച് കൊയ്ത്ത് നടത്താമെന്ന് മാക്രികൾ വിചാരിക്കേണ്ട. നിവേദനം തന്നയാളെ ഞാൻ അവഹേളിച്ചു എന്ന് പറയുന്നത് അവരുടെ മാത്രം വ്യാഖ്യാനമാണ്. അവഹേളനങ്ങൾക്ക് താൻ പുല്ലുവിലയാണ് നൽകുന്നതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. അതായത് ചുരുക്കി പറഞ്ഞാൽ നാട്ടുകാർക്ക് സഹായം ചെയ്യണമെന്ന യാതൊരു ഉദ്ദേശവും പുള്ളിക്കില്ല. വെറുതെ ഒരു PR വർക്ക് മാത്രമാണ് ഇതെന്ന് സാരം. ഇതെല്ലാം തുടങ്ങുന്നത് തൃശൂർ ജില്ലയിലെ പുള്ള്, ചെമ്മാപ്പിള്ളി മേഖലകളിൽ നടന്ന കലുങ്ക് സംവാദത്തിൽ വയോധികന്റെ നിവേദനം സുരേഷ് ഗോപി നിരസിച്ചത് വലിയ വിമർശനങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു. പുള്ള് സ്വദേശി തായാട്ട് കൊച്ചുവേലായുധൻ എന്ന വയോധികനാണ് തെങ്ങ് വീണ് തകർന്ന വീടിന്റെ അറ്റകുറ്റപ്പണിക്കുള്ള സഹായം തേടി സുരേഷ് ഗോപിക്ക് അപേക്ഷ നൽകാനെത്തിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടത്തിയ സംവാദം നടക്കുമ്പോഴാണ് കൊച്ചുവേലായുധൻ എന്ന വയോധികൻ കവറിൽ അപേക്ഷയുമായി സുരേഷ് കുമ്മി തമ്പുരാന്റെ മുന്നിലെത്തിയത്. കവർ സുരേഷ് ഗോപിക്ക് നീട്ടിയപ്പോൾ ഇതൊന്നും MP-ക്കല്ല, പോയി പഞ്ചായത്തിൽ പറയാനാണ് സുരേഷ് ഗോപി പറയുന്നത്. സംവാദം നടക്കുന്ന ആൽത്തറയിൽ സുരേഷ് ഗോപിയുടെ അടുത്തിരിക്കുന്ന ആളിന്റെ കയ്യിലും ഒരു കവർ ഉണ്ടായിരുന്നു. ഇത് കേട്ടതോടെ ആൾ കവർ പിന്നിൽ ഒളിപ്പിച്ചു.
ഇതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു. ഇതോടെയാണ് സുരേഷ് ഗോപി എയറിൽ കയറിയത്. തുടർച്ചയായ ഇത്തരം തിരിച്ചടികൾ കിട്ടിയത് കൊണ്ടാണെന്ന് തോന്നുന്നു ഇപ്പോൾ സുരേഷ് ഗോപി ആകെ കിളിപോയ മട്ടാണ്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു കഴിഞ്ഞ ദിവസം ദുൽഖർ സൽമാൻ അടക്കമുള്ള താരങ്ങളുടെ വീടുകളിൽ ഇ.ഡി. നടത്തിയ റെയ്ഡുകൾ ശബരിമല സ്വർണ്ണപ്പാളി വിവാദം മുക്കാനാണെന്ന് സുരേഷ് ഗോപി പ്രതികരിച്ചത്. പറയുന്നത് ആരാണെന്ന് ഓർക്കണം. ഇയാളെ കേന്ദ്രമന്ത്രിയാക്കിയ പാർട്ടി ഭരിക്കുന്ന രാജ്യത്തെ ഒരു അന്വേഷണ ഏജൻസി നടത്തിയ റെയ്ഡിനെയാണ് ഇയാൾ ഇങ്ങനെ പറയുന്നത്. ദുൽഖറിന്റെ വണ്ടി പിടിച്ചെടുത്തതും സ്വർണ്ണപ്പാളി വിവാദവും രണ്ടും രണ്ടാണെന്ന് പുള്ളിക്ക് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കുന്നത് നന്നായിരിക്കും. സ്വർണ്ണപ്പാളി വിവാദം മൂടിക്കെട്ടാനുള്ള ശ്രമമാണ് ഈ റെയ്ഡ് നടന്നതെന്ന സംശയം തനിക്കുണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി കൂടിയായ അദ്ദേഹം പറയുന്നു. കേന്ദ്രമന്ത്രിയായതിനാൽ ഇപ്പോൾ കൂടുതൽ വിശദീകരണം നൽകുന്നില്ല. പ്രജാവിവാദവും സ്വർണ്ണ ചർച്ചയും മുക്കാനാണ് ഇത്തരം നടപടികൾ. എല്ലാം കുതന്ത്രമാണെന്ന് തോന്നുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ആകെ മൊത്തം കിളിപോയ അവസ്ഥ. എന്തായാലും മാതാവിന് ചെമ്പ് സ്വർണം കൊടുത്തതിന്റെ ഫലമാണെന്ന് അറിയില്ല. തൊടുന്നതെല്ലാം നല്ല അസ്സലായി തേയുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ സുരേഷ് ഗോപിക്ക്.